ഈ ഉടമ്പടിയുടെ ധ്യാനം അവിടെ ദൈവവചനം മാത്രമല്ല കൈകാര്യം ചെയ്യത്തുള്ളത്. ഈ ദൈവവചനം മാത്രം കൈകാര്യം ചെയ്യുന്ന കാരണം ദൈവവചനത്തിൻ്റെ തന്നെ ക്വാളിറ്റേറ്റീവിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഇതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള ഉടമ്പടി ധ്യാനം, നേരത്തെ പണ്ട് നടന്ന ഉടമ്പടി ധ്യാനങ്ങളില്ലേ, ചിലരെ ദൈവം അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറിയില്ലേ ഉടമ്പടിയുടെ. നമുക്ക് ഉടമ്പടിക്ക് എപ്പോഴും നമ്മൾ അവർക്ക് ഒരു പ്രസൻറ്റ് ഡയമെൻഷനിലെ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾക്കുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളി എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ ജോളിയുടെ പ്രോബ്ലം എന്താ? ജോളിയുടെ പ്രോബ്ലം എന്ന് പറയണത് കോവിഡ് വന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയി. കോവിഡ് വന്നപ്പോൾ ഹോസ്റ്റൽ പൂട്ടിപ്പോയി, ജീവിക്കാൻ മാർഗമില്ല. പക്ഷെ അവൾ ഉടമ്പടിയിലാണ്, അതാണ് സംഭവം. ഹോസ്റ്റൽ പൂട്ടി, ജീവിതമാർഗം പൂട്ടിയെങ്കിലും ജോളി ഉടമ്പടിയിലാണ്. അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ധ്യാനം കൂടിയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഫെബ്രുവരി 26, 27, 25, 26, 27 തീയതികളിൽ നീ അടഞ്ഞുപോയ നിൻ്റെ സ്ഥാപനം തുറന്നു വെക്കുക. ഒരു മെസ്സേജ് പണപ്പൊക്കെ ഉണ്ടല്ലേ, ഏതോ ഒരു ധ്യാനത്തിൽ അന്ന് കിട്ടിയ ദർശനമാണത്. എന്താ പറയണത്? ഫെബ്രുവരി 25, 26, 27 ഈ ദിവസങ്ങളിൽ നിൻ്റെ സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം 3 ദിവസം തുറന്നു വെക്കണം. ആ കച്ചവടം പൂട്ടിപ്പോയായിരിക്കും കേസ് കേട്ടേ, അതിന് വിൽക്കാനേ പറ്റത്തുള്ളായിരിക്കും. പക്ഷേ സ്ഥാപനം നീ തുറന്നു വെക്കണം. 28-ാം തീയതി അത്ഭുതം കാണിക്കും കർത്താവ്. ഒരു മെസ്സേജാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മദർ ബോർഡും ഹാൻഡ്സെറ്റും പോലുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അഭിഷേകം കൊടുക്കും ദൈവം. ഇത് നിന്നെക്കുറിച്ചുള്ള മെസ്സേജാണെന്ന് പറയും. അത് ജനറലായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ദൈവം അവരെ ഉദ്ദേശിക്കുന്നുണ്ട്, അവരെ ലീഡ് ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ ജോലി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞത് ഞങ്ങളുടെ വീടിന് വേണ്ടി കർത്താവ് പറഞ്ഞ മെസ്സേജാണ്. അതുകൊണ്ട് ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി നമ്മുടെ ഹോസ്റ്റല് പൂട്ടിപ്പോയതാണ്, നമ്മൾ തുറക്കാൻ പോയി. ഇത് കർത്താവ് നമുക്ക് തന്ന സന്ദേശമാണ്. അതുകൊണ്ട് 26, 27, 25, 26, 27 തീയതികളിൽ ഫെബ്രുവരി മാസം നമ്മൾ തുറന്ന് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലാം. അങ്ങനെയാണ് മെസ്സേജ്. തുറന്ന് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭർത്താവും ഇവരോട് ചോദിച്ചിട്ട് ഈ ഹോസ്റ്റലോട് തുറന്നിടും. കർത്താവിൻ്റെ വചനമല്ലേ കേട്ടത്, ഹോസ്റ്റൽ തുറന്നിടും. കാരണം അവർക്ക് ഹോസ്റ്റൽ അങ്ങനെ എല്ലാവർക്കും തുറക്കാനൊന്നും പറ്റത്തില്ല. എന്താ കാര്യത്തിനാൽ ആർക്ക് വേണ്ടിയാണോ ദൈവം ആ മെസ്സേജ് ഉദ്ദേശിക്കുന്നത് അവർ കേൾക്കുമ്പോഴാണ് അതിന് അഭിഷേകം കിട്ടുന്നത്. ഹിയറിങ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു വിഷയം അതാണ്. നമുക്ക് ഓൺ ദ സ്പോട്ടിലും കിട്ടും. അതുപോലെ ആരെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഗൈഡഡ് പോലെയാണ്. മെസ്സേജ് ഗൈഡഡ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥയിലേക്ക് ആ മെസ്സേജ് പോകും. അപ്പോൾ ജോളി ഹസ്ബൻഡിനോട് പറയും, ഇത് നമുക്കുള്ള മെസ്സേജാണ്, ധ്യാനം പഴയതായിരിക്കാം, പക്ഷേ മെസ്സേജ് നമുക്കുള്ളതാണ് എന്ന് കർത്താവ് അവർക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും. ഇതിലിവിടെ ഫെബ്രുവരി 25, 26, 27 തീയതിയിൽ ഹോസ്റ്റൽ തുറന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലുന്നുണ്ടവരും കൂടി. 28-ാം തീയതി എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പറയണത്. 28-ാം തീയതി സന്ധ്യ വരെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, നമുക്ക് തോന്നിയായിരിക്കുമല്ലേ? അപ്പോൾ ഇല്ല ചേട്ടാ, ഈശോ പറഞ്ഞാണെന്ന് പറയും. അപ്പോൾ 28-ാം തീയതി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു 16 പിള്ളേരിങ്ങോട്ട് വന്നിട്ട് ഹോസ്റ്റൽ നിറഞ്ഞു. 16 കട്ടിലേ കൊണ്ട് 16 കട്ടിലും ആളായി. ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയൊരു മെസ്സേജ് അവർക്ക് വേണ്ടി ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അവർ വിഷയം വന്നപ്പോൾ അവർക്കത് അഭിഷേകം കൊടുത്തിരിക്കണം. അവരത് കാണാനിടയാക്കും. അതിനെ എപ്പോഴും ഇടയാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടയാക്കും. എന്നെ ജെറമ്യാ 29:14 നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അതാണ്
അതായത് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പൊ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ, നമുക്ക് കണ്ടെത്താൻ പാടല്ലേ, അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസ് ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. 2 ഭാര്യ 3 ഭാര്യ 5 ഭർത്താക്കന്മാരെ എങ്ങനെയും ജീവിക്കാം. വിശുദ്ധി ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവരുടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അവർ ജീവിക്കും. പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. സത്യസന്ധമായിട്ട് അത് ഹൃദയം നുറുങ്ങിയവർ. സങ്കീർത്തനം 18-ാം തിരുവചനം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതിന്റെ കൂടെയാണ് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയണത്. ഇപ്പൊ ഹൃദയം നുറുങ്ങിയിരിക്കണം, പക്ഷേ ഹൃദയശുദ്ധി ഇല്ല, കാപട്യമാണ് കൈയിരിക്കണത്. അത് വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല. സങ്കീർത്തനം 34:18 വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കണം, സമ്മതിച്ച്, പക്ഷെ നിങ്ങളുടെ കൈയിരിക്കണ കാപട്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അവിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി. അതുകൊണ്ടാണ് പറയണത്, കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, അനുദപിക്കുക. ഇത് രണ്ടും ഒരു സംഭവമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും. ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്. പ്രാർത്ഥിക്കുക, കർത്താവേ അനുദപിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിലെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. ഉടമ്പടി ധ്യാനം നിങ്ങൾ കുടുംബങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം. കാര്യം കവനൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് എന്ന് എവിടെയും കിട്ടത്തില്ല. കാര്യം എന്താണ്? ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ, ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ, ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവരെ. അത് കപ്പാസിറ്റിയാണത്, അതൊരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് കവനൻ്റ് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ്. നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം സമാഗതമാ സകല അനുദപിക്കാം സർവം സമർപ്പിക്കുവാൻ സകലരും അനുദാപേ ചേർത്തണയ്ക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അവൻ കഴിവ് നൽകി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പിതാവേ നന്ദി. അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. സ്വരത്തിന് സന്തോഷത്തോടെ ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അത് സിമ്പിൾ ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നൽകുന്നത്. അതാണ് നടപടി പുസ്തകത്തിന്റെ 2:38 പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊരു മതപരിവർത്തനമായിട്ട് മാറും. സ്വാഭാവികമായിട്ട് ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ആ വിഷയം നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ലക്ഷ്യങ്ങൾ വരുന്ന വിഷയമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നാനം നമുക്ക് പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയല്ലേ പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത്? ഈ സ്നാനം എന്ന് പറയണത് എന്താ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 12:50 എടുത്തേ. ലൂക്ക 12:50. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഓക്കെ, പറഞ്ഞ എന്താണ്? എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ്? ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളാണ്. ഈ പീഡാസഹനങ്ങളെ ഈശോ എന്തെന്നാ വിളിക്കണത്? സ്നാനം എന്നാ വിളിച്ചിരിക്കുന്നത്. പിടിയ ഈ സ്നാനം നിന്റെ കുടുംബത്തിലെ പീഡാസഹനങ്ങൾ, നിന്റെ കുടുംബത്തിൻ്റെ രോഗമാകാം, നിന്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം. നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളും കടന്നുപോയ കർത്താവിനെ നിൻ്റെ പീഡാസഹനങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ്. ഇപ്പം നിന്റെ ചിലപ്പോൾ കാരണം കൂടാതെ വെറുത്ത് കാണും. ഇപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ? ഏറ്റവും കൂടുതൽ ഒരു കാരണമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ചില കാരണങ്ങൾ പരസ്യമാകാം, ചില കാര്യങ്ങൾ രഹസ്യമാകാം. എല്ലാം മുതലെടുപ്പാണ് മനസ്സിലാക്കിയാൽ മതി. കാരണം കൂടാതെ നിന്നെ വെറുക്കും. നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല. നിന്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല. ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന്.
നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ, ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്, കാര്യം ചോദിച്ചിട്ട് പറയണമില്ല. അപ്പം നീ വന്ന് എന്നോട് ചോദിക്കുക, അച്ഛാ കാര്യം എന്താണ് അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അച്ഛാ. എന്നിട്ട് അവളെന്താ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും. ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ്, ഞാൻ പറയാം അവളെന്താ ഫോൺ എടുക്കാത്തതെന്ന്. അവളുടെ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കും ആദ്യം, ഞാൻ പേപ്പർ നോക്കും, കറക്റ്റ് ചെയ്യും. അപ്പം ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഭാര്യയാകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം. പക്ഷെ നീ അത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കണമെങ്കിൽ അവർ കാരണം കൂടാതെ എന്നെ വെറുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ. വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എന്റെ ഹൃദയത്തിൽ വന്നു വാഴണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, നിൻ്റെ രോഗമാകാം. ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐസയ 53:7 ഇല്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, when you take the name of Jesus Christ, you receive Jesus. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും. മനസ്സിലായില്ലേ? നിൻ്റെ വേദന, നിൻ്റെ രോഗം, നിൻ്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവനിട്ട് പോയി ചവിട്ടരുത് നീ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, നിൻ്റെ അയൽവാസി, നിൻ്റെ ബന്ധുക്കൾ നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം ഏഷണി, പക, പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ, when you take it in the name of Jesus Christ, you have baptized in the name of Jesus Christ. അവ നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ്? മൗനമാണ്. അവിടെ കിടന്ന് കാറകൂ വരാം. അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. എന്താ കാര്യം? എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനമായിരിക്കും. ദൈവമല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും എന്താ സംസാരിക്കണത്? നിന്റെ ജ്ഞാനസ്ഥാനങ്ങളിൽ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൽ നീ ഈറ്റുന്നു അനുഭവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്നാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതമില്ലാത്ത കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്, പക്ഷേ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്ഥാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. സ്വർഗാരൂപി ആത്മാവേ പാവനാത്മാവേ സ്വർഗാരൂപി വിശ്വാസത്തിൻ്റെ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ്റെ ആത്മാവേ വരേണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ വരേണമേ ആശ്വാസത്തിൻ്റെ ആത്മാവേ വരേണമേ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായി ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിന് നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷിയുണ്ടായി. അവിടെ സാക്ഷി അജിഷ നടുവട്ടം സ്ഥലം എവിടെയാ? അങ്കമാലി. അജിഷയുടെ സാക്ഷ്യം ഇതുപോലെ കർത്താവിൻ്റെ ശരീരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് സ്നാനമേൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. അജിഷയുടെ വിഷയം എന്താണ്? അജിഷയ്ക്ക് കോവിഡ് വന്ന് സർവാംഗം തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കർത്താവിനെ നടത്തുമെന്ന് എൻ്റെ അർത്ഥം. ഏത് സഹനങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനെ മാറ്റി അത് ക്യാരി ഓവർ, ആ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. കണ്ടില്ല, അവളുടെ കോവിഡ് തളർവാദത്തെ കർത്താവിൻ്റെ നാമത്തിലേക്ക് അവളെ മാറ്റിയിട്ട് അത് സ്നാനമായിട്ട് ഏൽക്കുകയാണ്. അങ്ങനെ അവൾ അത് പറഞ്ഞോടുകൂടി വടി കുത്തിപ്പിടിച്ചിരുന്നേക്കാൻ പറ്റുന്ന കണ്ടീഷനിലെ ആള് ഓൺലൈൻ ഉടമ്പടി ചെയ്ത ശേഷം ഇവിടെ വന്ന് അവളുടെ ഫ്രണ്ടാണ് ആദ്യം ഉടമ്പടി എടുക്കണത് ഇവർക്ക് വേണ്ടി. അപ്പോഴാണ് ഇവള് വടി കുത്തിപ്പിടിച്ച് എഴുന്നേക്കുന്നത്. ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ. ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പം വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഇരുന്ന് വന്നപ്പോഴേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ്
നടക്കത്തില്ല, 3-ാം നിലയിലാണ്. കാര്യം വടിയും കുത്തിപ്പിടിച്ചല്ലേ, ഭയങ്കര വേദനയാണ്, മുട്ടിനും സന്ധിബന്ധങ്ങൾക്കെല്ലാം വേദനയാണ്. ഈ വേദനയാണ് ഇവളെ കർത്താവിൻ്റെ പേരിൽ ഏറ്റെടുത്തിട്ട് സ്നാനമാക്കി മാറ്റണത്. അപ്പോൾ ഇവളുടനെ അവിടെ നിന്ന് പറഞ്ഞു, വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളിൽ പോയി ഉടമ്പടി ധ്യാനം കൂടുമെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം. അതാണ് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസം പ്രകടിപ്പിക്കണം. വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ അപ്പം അനങ്ങാൻ പാടില്ല. പാർട്ടിക്ക് കസലാണ് ഇരിപ്പ്, എല്ലാ ബന്ധങ്ങളിലും വേദന ഉണ്ട്. വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഉടമ്പടി നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പറയും ഉടമ്പടി വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളിൽ കയറി ഉടമ്പടി എടുക്കുമെന്ന് പറയും. അപ്പോൾ അത് സിൻസിയറല്ലേ, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്നില്ലേ? അതാ സംഭവം, ഹൃദയശുദ്ധിയല്ലേ, അടുത്ത് കളങ്കമില്ലല്ലോ. എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി വരികയല്ല, ഉള്ളത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ സത്യസന്ധതയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരം അവൾ ഉപയോഗിക്കുകയാണ്. അവൾ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ മുടന്തി മുകളിൽ വെച്ച് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് താഴെ വന്നിരിക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ട് ഒരു വെള്ള മുണ്ട് കൊടുത്ത ഒരാൾ ഇവിടുത്തെ വരും. എന്താ നിങ്ങൾ ഇവിടെ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കാര്യം പറയും. അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ? അല്ല, ഭർത്താവുണ്ട്. ശരി, ഭർത്താവിന് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യനുടനെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ആളെ കാണത്തില്ല. താഴേക്ക് നോക്കുമ്പോൾ, പുറകിൽ നോക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഭർത്താവിനും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും. എന്താ പ്രശ്നം വെച്ചാൽ ഭർത്താവിൻ്റെ അസുഖം അൾസറാണ്. കുടൽ പഴുത്തിട്ട് ചോരയും പഴുപ്പും കൂടി മലത്തി കൂടി വരുന്ന അസുഖമാണ്. അത് മാറണില്ലത്. അത് വർഷമായിട്ട് കുടൽ പുണ്ണായി പോയിട്ട് ചോരയും പഴുപ്പും ചീറ്റുന്ന അസുഖമാണ്. കുടലില്ല, പാങ്ക്രിയാസ്. അപ്പം ഈ അസുഖമാണ്. ഈ അസുഖത്തിന് ആണ് ഭർത്താവ് വന്നത്. പക്ഷേ അയാൾക്ക് വിശ്വാസമില്ലല്ലോ. വൈഫാണെങ്കിൽ വിശ്വാസത്തിൽ ഉടനെ അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഈ വടിയും കുത്തിപ്പിടിച്ച് മുകളിലോട്ട് കയറി അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈഡ് ഫെയ്ത്താണത്. അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഫെയ്ത്താണെങ്കിലും സർട്ടിഫൈഡ് ആക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ സംഭവിക്കുന്നത്. നമ്മുടെ വേദന, കഷ്ടപ്പാട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ നാമത്തെ ആക്കിക്കെടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൻ ലഭിക്കും. അപ്പോൾ അത് സർട്ടിഫൈഡ് ആവും. ഇവിടെ ഫെയ്ത്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല. ഭർത്താവിന് ആ സമയത്ത് സംഭവിച്ചത് എന്താണ്? പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് ഇവൻ ബാത്റൂമിൽ പോയി. തിരിച്ചു വന്നിട്ട് ഇവൻ സന്തോഷത്തോടെ വരണത്. കാര്യം ബാത്റൂമിൽ വെച്ച് അവന് ഇതെല്ലാം പഴുപ്പും ചോരയും എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം. എന്നുവെച്ചാൽ ഈ രോഗം സുഖപ്പെട്ടത് അവൻ്റെ ശരീരത്തിൽ അവന് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യും. അപ്പോഴവ അവൻ്റെ പേര് അജി വന്നിട്ട് പറയും, എടി ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇപ്പം എനിക്ക് നല്ല സുഖമാണ്. ഇപ്പം വരാൻ അറിയാമല്ലോ, ഈ പങ്ക്രിയാസ് പഴുത്ത ആളെ കൊണ്ടുവരുമ്പോൾ അറിയാമില്ല എന്താ വകുപ്പിലേക്ക് വരണമെന്ന്. അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഇവൻ ഓക്കെ ആവും. ഇന്ന് വരെ ആ അസുഖവനില്ല. ആ സാക്ഷി നിങ്ങൾ കിടപ്പുണ്ട്. എന്താ സംഭവിച്ചത്? ഇവളാണെങ്കിൽ ഈ അജിഷ എന്ന് പറയുന്നതാണെങ്കിൽ ഉടമ്പടി എടുത്തോടുകൂടി അവളുടെ രോഗം വടിയും കുത്തിപ്പിടിച്ച് നടന്ന ആളെ വടിയെല്ലാം മാറ്റി ആൾ ഓക്കെയായി വണ്ടിയെ പോകാൻ തുടങ്ങിയ അവസ്ഥ. സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി. സ്കൂട്ടർ ഓടിച്ചിട്ട് അവൾ 3 കൊല്ലമായിട്ട് അവൾക്ക് ജോലിയില്ല. 3-ാമത്തെ കൊല്ലം ശരിക്കും ഇയർ ബാക്ക് ആയില്ലേ, എന്നിട്ട് ഒരു നേഴ്സായിട്ട് അവൾ അപ്പോയിൻറ്റഡ് ആയി, ജോലിയായി. പുറപ്പെടാന്നാണ് ഈശോ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ
സ്വയമായിട്ട് പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആലയത്തിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണ് നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിൽ വിശ്വാസത്തിൽ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണ ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങൾ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭഗവനെ വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷെ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കത്തില്ലെന്നല്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചില തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതലുള്ളങ്കാല് വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പിണർ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും അങ്ങയുടെ തിരുസന്നിധി ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങയുടെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം ആഴ്പ്പെടുന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങളുണ്ടാവുന്ന രോഗങ്ങളെ സ്പർശിക്കണമേ. ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. വാതരോഗികള്, കിഡ്നി രോഗികള്, ഹൃദയരോഗികള്, തൊഴിൽ അസുഖങ്ങള്, തൊണ്ട അസുഖങ്ങളുള്ള, സ്പോണ്ടിലോസിന് അസുഖമുള്ളവര്, തലച്ചോറിന് രോഗങ്ങളുള്ളവര്, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര്, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവര്, ഉദര രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സുഖമായി എന്റെ ഉള്ളം സദയം
സ്വരമായി എൻ്റെ ഉള്ളം. കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ് ജോലി നാട്ടിലില്ലാത്തവര്, പരീക്ഷ എഴുതി നിൽക്കുന്നവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതികളെ മക്കളില്ലാത്തവര്, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവര്, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് രാജ്യത്ത് പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇട്ടുമുഴക്കം പോലെ സ്തുതിക്കട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുന്നേറിക്കുക. മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തതയ്ക്കും നന്ദി പറയുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,